ഈ ഷാഫി പറമ്പിൽ ലാത്തിക്കൊണ്ടടിച്ച ആ CPM പോലീസുകാരൻ, CPMന്റെ എല്ലാ പിന്തുണയുള്ള പോലീസുകാരൻ CPM നേതാക്കളുമായി ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെയായ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഷാഫി പറമ്പിലിന്റെ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും. അതോടൊപ്പം തന്നെ നിയമപരമായി ഈ വിഷയത്തെ ഞങ്ങൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ പാർലമെന്ററി സംവിധാനത്തിൽ ഒരു പാർലമെന്റ് അംഗത്തിന് ലഭിക്കേണ്ട പ്രൊട്ടക്ഷൻ അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നവരെ ഞങ്ങളുടെ ഈ ഷാഫി പറമ്പിലിനെതിരായി നടത്തിയ ആക്രമണങ്ങളെ ഞങ്ങൾ അതിനുവേണ്ടി ആ അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നവരെ ഞങ്ങളുടെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, CK ജാനു UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDF ആണ് അതിന് അഭിപ്രായം പറയേണ്ടത്. അതിനെക്കുറിച്ച് വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. ഞങ്ങള് CK ജാനു UDFിലേക്ക് വരുന്നില്ലയോ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകേണ്ടത് UDFന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവും കൺവീനർ അടൂർ പ്രകാശുമാണ്. അവര് അത് പറയുമെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങള് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞങ്ങളിന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ സവിൻ സത്യൻ. ഞാനാണ് ഇപ്പോൾ കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. നാളെ കൊല്ലത്ത് കാഷ്യൂ കോൺക്ലേവ് നടത്തുകയാണ്. കാഷ്യൂ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിന്റെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരള കശുവണ്ടി വികസന കോർപ്പറേഷനും അവരുടെ കാപ്പേഴ്സും കൂടി സംയുക്തമായിട്ടാണ് കാഷ്യൂ കോൺക്ലേവ് നടത്തുന്നത്. വ്യവസായ വകുപ്പ് മന്ത്രിയാണ് കാഷ്യൂ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൽ ഉള്ള ഫാക്ടറി ഉടമകളെയും അതോടൊപ്പം തന്നെ തൊഴിലാളികളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവാണ് നടത്തുന്നത്. ഈ കോൺക്ലേവ് ഒരു തട്ടിപ്പാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഏതാണ്ട് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 1 മാസം മാത്രമേ ഉള്ളൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 9 വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതുവരെയും കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്ന സാഹചര്യത്തിൽ കശുവണ്ടി വ്യവസായത്തെ നവീകരിക്കുവാനും കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാനും വേണ്ടി കോൺക്ലേവ് നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ശുദ്ധ തട്ടിപ്പാണ്. തൊഴിലാളികളെ വഞ്ചിക്കാനാണ്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർക്കും ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും കശുവണ്ടി വ്യവസായത്തിൽ ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്തുന്നത് എന്തിനു വേണ്ടിയെന്നുള്ളതാണ്. നമുക്കറിയാം, 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് അവർ നൽകിയ വാഗ്ദാനം, പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം, LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പൂട്ടിക്കിടക്കുന്ന മുഴുവൻ കശുവണ്ടി ഫാക്ടറിയും തുറക്കും. സ്വകാര്യ കശുവണ്ടി മുതലാളിമാർ അല്ലെങ്കിൽ ഫാക്ടറി ഉടമകൾ ഈ അടച്ചിട്ടിരിക്കുന്ന ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പൂട്ടിക്കിടക്കുന്ന എല്ലാ സ്വകാര്യ ഫാക്ടറികളും ഏറ്റെടുക്കും. കാഷ്യൂ കോർപ്പറേഷനും കാപ്പെക്സും ആ ഫാക്ടറികൾ നടത്തുമെന്നാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിലും അവർ ജയിച്ചു. കൊല്ലം ജില്ലയിൽ അന്ന് കശുവണ്ടി തൊഴിലാളികളുടെ പൂർണ്ണ പിന്തുണ LDFന് നൽകി. എന്തുകൊണ്ടാണ്? ഈ കശുവണ്ടി വ്യവസായത്തിൽ തൊഴിലെടുക്കുന്ന 2.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഒറ്റക്കെട്ടായി LDFന് വോട്ട് ചെയ്തു. കാരണം UDFന്റെ കാലത്ത് ആണ് കശുവണ്ടി മേഖല അടഞ്ഞുകിടന്നത്. UDF അധികാരത്തിൽ നിന്നപ്പോഴാണ് കശുവണ്ടി വ്യവസായം തകർച്ചയിലേക്ക് പോയത്. അതുകൊണ്ട് ഞങ്ങൾ LDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് ജോലി ഞങ്ങൾ തിരിച്ചു നൽകും, അടഞ്ഞുകിടക്കുന്ന ഫാക്ടറി തുറക്കും, തുറക്കാത്ത ഫാക്ടറി ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞത്. മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു അന്ന് കശുവണ്ടി വ്യവസായത്തിന്റെ മന്ത്രി. എന്ത് സംഭവിച്ചു? ഒരു ഫാക്ടറി പോലും തുറന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഉണ്ടായിരുന്ന ഫാക്ടറികൾ കൂടി അടക്കുകയാണ് ചെയ്തത്. അപ്പോൾ കശുവണ്ടി വ്യവസായത്തെ കൊല്ലം ജില്ലയിൽ കശുവണ്ടി വ്യവസായത്തിന്റെ ശവപ്പറമ്പാക്കി മാറ്റിയതിന്റെ ഉത്തരവാദികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. 2ാം പിണറായി സർക്കാർ, കേരളത്തിൽ ഒരു സർക്കാരിന് തുടർച്ചയായി 10 വർഷം ഭരിക്കുവാൻ ഉള്ള അവസരം ലഭിച്ച ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്.